വെൽക്കം ബാക്ക് ഹോസെ. ബെർണബ്യൂ താങ്കളെ കാത്തിരിക്കുന്നു. ഒരിക്കൽ കൂടി റയലിനെ നേരിടുന്നതിനെ കുറിച്ച് ഓർത്ത് മോറിഞ്ഞോക്ക് ഇപ്പോൾ ഭയമൊന്നുമില്ല. അയാൾ ഇത് നേരത്തെ തന്നെ മനസ്സിൽ കണ്ടതാണ്. പക്ഷേ റയലിനെ സംബന്ധിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ. കോപ്പ ഡെൽ റേയിൽ നിന്നുള്ള നാണംകെട്ട പുറത്താകലിന് ശേഷം ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും മാത്രമാണ് ശ്രദ്ധ എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് അർബലോവ. എന്നാൽ ബെൻഫിക്കയോടേറ്റ തോൽവിക്ക് പിറകെ അയാൾക്ക് ഏറെക്കുറെ കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായി കാണണം. വിചാരിച്ചതിലും പരിതാപകരമാണ് അവസ്ഥകൾ. സാബി അലോൺസോക്ക് കളിയറിയാത്തത് കൊണ്ടൊന്നുമല്ല അയാളെ പാതി വഴിയിൽ പിടിച്ച് പുറത്തിട്ടത് എന്ന് അർബലോവക്ക് ഇതിനകം ബോധ്യമായിട്ടുണ്ടാകും. ബെൻഫിക്കെതിരായ മത്സരത്തിന് ശേഷം കിലിയൻ എംബാപ്പയുടെ പ്രതികരണത്തിലുണ്ടായിരുന്നു എല്ലാം. ആദ്യ പകുതിയിൽ 5 എണ്ണം റയലിന്റെ കൊട്ടയിൽ വീഴേണ്ടതായിരുന്നുവെന്ന് എംബാപ്പെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് ടിക്കറ്റ് എടുക്കാൻ ഒരു സമനില മാത്രം മതിയെന്നിരിക്കെയാണ് റയൽ 4 ഗോൾ വഴങ്ങി തോറ്റത്. അതും ചാമ്പ്യൻസ് ലീഗിൽ അതിനോടകം 5 തോൽവികൾ വഴങ്ങിക്കഴിഞ്ഞ ബെൻഫിക്കെതിരെ. സ്റ്റോപ്പേജ് ടൈമിൽ അനാവശ്യമായി ചോദിച്ചു വാങ്ങിയത് 2 റെഡ് കാർഡുകളാണ്. അതിനു പിറകെ എതിർ ടീമിന്റെ ഗോൾ കീപ്പർ വന്നാണ് സ്കോർ ചെയ്തു പോയത്. യൂറോപ്യൻ ഹിസ്റ്ററിയിൽ ആദ്യമായാണ് ഒരു ഗോൾ കീപ്പർ റയലിനെതിരെ വലകുലിക്കുന്നത് എന്നോർക്കണം. ആ ആവേശപ്പോരിന് ശേഷം മോറിഞ്ഞോക്ക് ആദ്യം നന്ദി പറഞ്ഞത് പെപ് ഗാർഡിയോളയാണ്. റയൽ സമനില പിടിച്ചിരുന്നെങ്കിൽ ടോപ്പ് 8ൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി പുറത്തായനെ. ചാമ്പ്യൻസ് ലീഗിലെ രാജാക്കന്മാരെന്ന് വിശേഷണമുള്ള റയൽ ഇത് തുടർച്ചയായി 2ാം തവണയാണ് പ്രീ ക്വാർട്ടർ ബെർത്തിനായി പ്ലേ ഓഫ് കളിക്കുന്നത്. കഴിഞ്ഞ തവണ സെമിക്ക് മുമ്പേ റയലിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ഗണ്ണേഴ്സാണ്. ഇക്കുറി ഇതൊക്കെയാണ് അവസ്ഥയെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അങ്ങ് മറന്നു കളഞ്ഞേക്കാം. പക്ഷേ ഇത് റയൽ മാഡ്രിഡ് ആണ്. അവരെക്കുറിച്ച് പ്രഡിക്ഷനുകൾക്ക് ആരും നേരത്തെ മുതിരാറില്ലല്ലോ. കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സാബി അലോൺസോ തലപ്പത്തുണ്ടായിരുന്ന സമയത്ത് ടീം അനുഭവിച്ചിരുന്ന ക്രൈസ്റ്റുകളൊക്കെ അതേപടിയോ അതിനേക്കാൾ ഭീകരമായോ ടീമിൽ അവശേഷിക്കുന്നുണ്ട്. ബെൻഫിക്കെതിരായ മത്സരത്തിൽ ഡിഫൻസിലെ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് ഒരിക്കൽ കൂടി കണ്ടു. വഴങ്ങിയ ഗോളുകളിലൊക്കെ അത് നേളിച്ച് കിടപ്പുണ്ടായിരുന്നു. ലമീൻ യമാലിനെ പോക്കറ്റിലാക്കിയവനെന്ന് പറഞ്ഞ് ആരാധകർ കൊട്ടിക്കൊടിച്ച അൽവാരോ കരേറാസിന്റെ ഏറ്റവും മോശം പെർഫോമൻസുകളിൽ ഒന്നിനാണ് എസ്റ്റാഡിയോ ലാലൂസ് സാക്ഷ്യം വഹിച്ചത്. ബെൻഫിക്ക താരങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ പാകത്തിന് വലതുവിങ് തുറന്നിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു കരേറാസ്. റാമോസ് 2.0 റൗൾ അസെൻസിയോയോട് അഗ്രഷൻ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആരാധകർ. ചുവാമിന് നടത്തിയ അനാവശ്യമായ ഒരു ഫൗളിലാണ് റയൽ കളിയിൽ ആദ്യമായി ലീഡ് വഴങ്ങിയത്. 11 ഓൺ ടാർജറ്റ് ഷോട്ടുകളാണ് മത്സരത്തിലാകെ ബെൻഫിക്ക ഉതിർത്തത്. 7 കീ സേവുകളാണ് തിബോ കോർട്ടുവ നടത്തിയത്. അയാളില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ തന്നെ വലിയൊരു നാണക്കേട് ഏറ്റുവാങ്ങേണ്ടി വന്നേനെ ലോസ് ബ്ലാങ്കോസ്. ബെൻഫിക്കയോട് നാണം കെട്ടതിന് പിറകെ ലിസ്ബണിലെത്തിയ ട്രാവലിംഗ് ഫാൻസിന് സല്യൂട്ട് ചെയ്യാതെ മുഖം താഴ്ത്തി മടങ്ങുന്ന റയൽ താരങ്ങളെ ദേഷ്യത്തോടെ പിടിച്ചു വലിച്ച് തിരികെ കൊണ്ടുവരുന്ന തിബോ കോർട്ടുവയെ കാണാമായിരുന്നു. ബർണബ്യൂവിലടക്കം ഇതിനോടകം പല കുറി സ്വന്തം ആരാധകർ റയൽ താരങ്ങൾക്കെതിരെ കൂവിയാർത്തിട്ടുണ്ട്. കളിക്കാരെ സംബന്ധിച്ച് ഇത് സഹിക്കാനാവുന്നതല്ലെങ്കിലും കിരീടങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ആ സാമ്രാജ്യം 2 സീസണൊക്കെ ട്രോഫി ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത് ആരാധകരെ സംബന്ധിച്ചും അസഹനീയമാണ്. ജനുവരി വിൻഡോയിൽ ട്രാൻസ്ഫർ പ്ലാനുകൾ ഒന്നുമില്ലെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ടീം സമ്മറിൽ വലിയ കരുനീക്കങ്ങൾക്കാണ് ഒരുങ്ങുന്നത്. ലൂക്ക മോഡ്രിച്ചിന്റെയും ടോണി ക്രൂസിന്റെയും പടികറക്കത്തിന് ശേഷം മിഡിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന പ്രശ്നങ്ങളെ നാളിതുവരെ പരിഹരിക്കാൻ റയലിനായിട്ടില്ല. ആ ക്രൈസിസ് അടിയന്തരമായി പരിഹരിക്കാനാകും പെരസിന്റെ ആദ്യ പ്ലാൻ. ക്രൂസും മോഡ്രിച്ചും കാസമിറോയും മിഡ്ഫീൽഡ് ഭരിച്ച ഒരു ദശാബ്ദക്കാലം 4 ചാമ്പ്യൻസ് ലീഗ് ട്രോഫികളാണ് റയൽ ഷെൽഫിലെത്തിച്ചത്. റൂമറുകൾ പലതും അന്തരീക്ഷത്തിലുണ്ട്. വിറ്റീഞ്ഞ, എൻസോ ഫെർണാണ്ടസ്, മക്കലിസ്റ്റർ, ആദം വാട്ടൺ, ഡച്ച് താരം കീ സ്മിത്ത് തുടങ്ങി പല പേരുകളുമുണ്ട് റയൽ റഡാറിൽ. ആരാണ് ബർണബ്യൂവിൽ അവതരിക്കുക എന്നറിയാൻ കാത്തിരിക്കണം. ഒപ്പം സീസൺ അവസാനിക്കുന്നതോടെ അർബലോവയും ഏറെക്കുറെ തെറിക്കുമെന്നാണ് വിലയിരുത്തൽ. എങ്കിൽ ആ വലിയ ദൗത്യം ഏറ്റെടുക്കാൻ വരുന്നത് ആരാണെന്ന കാര്യവും കണ്ടറിയണം. പുവർ സ്ക്വാഡ് പ്ലാനിംഗ് ആൻഡ് റിക്രൂട്ട്മെന്റ്സ്, ഫിസിക്കൽ പ്രിപ്പറേഷൻ തുടങ്ങി റയൽ മാനേജ്മെന്റ് ഇക്കുറി നേരിടുന്ന വിമർശനങ്ങൾ പലതാണ്. ടീം ഏറ്റവും കൂടുതൽ ക്രൈസിസ് അനുഭവിക്കുന്ന ബാക്ക് ലൈനെയാണ് ഏറ്റവും കൂടുതൽ പരിക്കും പിടികൂടിയിരിക്കുന്നത്. പ്രോപ്പർ റൈറ്റ് ബാക്കുകളായ ട്രെൻഡിൻ്റെയും കാർവയുടെയും സേവനങ്ങൾ ഇക്കുറി ടീമിന് അധികം ലഭിച്ചിട്ടില്ല. 118 മില്യൺ യൂറോയാണ് കഴിഞ്ഞ സമ്മറിൽ ട്രെൻഡ്, കരേറാസ്, ഹുയ്സൺ സൈനിങ്ങൾക്കായി മുടക്കിയത്. ഇക്കൂട്ടത്തിലെ കൊമ്പൻ ട്രെൻഡ് എപ്പോഴാണ് അവസാനമായി റയൽ ജേഴ്സി അണിഞ്ഞത് എന്ന കാര്യം പോലും ആരാധകർ മറന്നുപോയി. എഡർ മിലിറ്റാവോ, റുഡിഗർ, മെൻഡി, ഹുയ്സൺ, അലാബ തുടങ്ങിയവരൊക്കെ പരിക്ക് വേട്ടയാടിയവരാണ്. ഗത്യന്തരമില്ലാതെയാണ് പ്രോപ്പർ റൈറ്റ് ബാക്ക് അല്ലാത്ത ഫെഡറിക്കോ വാൽവഡയെ ആ റോൾ ഏൽപ്പിക്കുന്നത്. സാബിയോട് തന്നെ ഇക്കാര്യത്തിൽ വാൽവഡയ്ക്ക് അതൃപ്തികളുണ്ടായിരുന്നു. അർബലോവയും അയാളെ ആ റോൾ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ബെൻഫിക്കെതിരെ വാൽവഡയും പല സമയങ്ങളിലും ഔട്ട് ഓഫ് പൊസിഷൻ ആയിരുന്നു. ഫിക്സ് ചെയ്യാൻ പ്രശ്നങ്ങൾ ഏറെ കിടപ്പുണ്ട് അർബലോവയ്ക്ക് മുന്നിൽ. എങ്കിലും
പ്ലേ ഓഫിൽ ബെൻഫിക്കയെ റയൽ വീഴ്ത്തുമെന്ന് തന്നെയാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഫെബ്രുവരി 18-ന് എസ്റ്റാഡിയോ ഡാലൂസിലാണ് ആദ്യ പാദം, 26-ന് മാഡ്രിഡിൽ രണ്ടാം പാദം. അന്ന് ദ സ്പെഷ്യൽ വൺ ഹോസെ മൊറിഞ്ഞോ ഒരിക്കൽ കൂടി ബർണബ്യൂവിൽ കാലുകുത്തും. റയൽ ആരാധകർ അയാളെയും കാത്തിരിക്കുന്നുണ്ടാകും. എസ്റ്റാഡിയോ ഡാലൂസിൽ റയലിനെ വീഴ്ത്തിയതിനു ശേഷം അർബലോവയ്ക്ക് മുന്നിൽ അയാൾ നടത്തിയ സെലിബ്രേഷൻ ഒരൽപ്പം അതിരുകടന്നിരുന്നു. എല്ലാം വരവ് വെച്ചിട്ടുണ്ട് ആരാധകർ. മുതലും പലിശയുമൊക്കെ ചേർത്ത് തിരിച്ചു കൊടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ മാത്രം ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ.